this election, for the first time probably in our modern history, is about the Constitution of India and the democratic structure of our country. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇന്ന് നേരിടുന്നത്. No political party has attempted what the BJP is trying in India today. ഇന്ന് ഇന്ത്യയിൽ BJP എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഈ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തതാണ് ഇന്ത്യയിൽ ഇന്ന് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Constitution is the foundation of modern India. It is what gives our people equal rights and equal opportunities. ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യാവകാശങ്ങളും തുല്യമായിട്ടുള്ള അവസരങ്ങളും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. And our constitution is protected by the institutions of our country. നമ്മുടെ ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ്. The bureaucracy, the election commission, the judiciary, the police, the intelligence agencies, the CBI, ED, these are all actually supposed to be protectors of the constitution and protectors of the rights of India's people. നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദം, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ, ED, CBI, ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ്. And by capturing each one of these institutions, by using the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെയെല്ലാം പിടിച്ചെടുക്കുന്നതിലൂടെ CBIയും EDയും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The Congress Party and the UDF accept the diversity of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നു. We accept the multiple languages, the multiple traditions, the different histories, the different expressions of all our people. ഈ രാജ്യത്തെ വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ പാരമ്പര്യങ്ങൾ, വിവിധ ചരിത്രങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു. The BJP wants to impose one history, one nation, one language on the people of India. ഇന്ത്യയിലെ ജനങ്ങൾക്കുമേൽ ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. First of all, this is a fundamental misunderstanding of what India is. ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയാണ്. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? നിങ്ങൾക്ക് വന്ന കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ബംഗാളിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇവിടെ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന്? You're insulting every single citizen of Kerala. ഇവിടെ വന്ന് ഒരേ ഒരു ഭാഷ മാത്രമാണ് എന്ന് മാത്രം മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഓരോ വ്യക്തിയെയും ഓരോ മലയാളിയെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. Malayalam is not just a simple language. മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല. Inside Malayalam is hidden the history, the tragedy, the happiness, the sadness, the brilliance of the people of Kerala. മലയാളം എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയല്ല. മലയാളം എന്ന ഭാഷയ്ക്കുള്ളിൽ മലയാളിയുടെ ചരിത്രമുണ്ട്, മലയാളിയുടെ സ്നേഹമുണ്ട്, മലയാളിയുടെ സന്തോഷമുണ്ട്, മലയാളിയുടെ ദുരന്തങ്ങളുണ്ട്, മലയാളിയുടെ ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ. The tears of joy that Malayali women feel
when their children do well, but also the tears of sorrow when someone loses a brother. These are all transmitted in Malayalam. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ സന്തോഷ കണ്ണുനീരുകൾ, നമ്മുടെ കുട്ടികളുമായും ഒക്കെ ബന്ധപ്പെട്ട സന്തോഷമുണ്ടാകുമ്പോൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കണ്ണുനീരുകൾ, ഇതെല്ലാം നമ്മൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് നമ്മുടെ മലയാളം എന്ന ഭാഷയിലൂടെയാണ്. If you remove Malayalam, how will a mother in Kerala explain the history of this great land to her children? നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ച് കൊടുക്കുക? How can she explain it in Hindi or in English? എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ പറ്റുക? So this is what we are protecting. ഇതിനെയാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. Can you give me those flowers? Flowers, brother. Yeah, I want this. See, this is what India looks like. ശരിക്കും ഈ കയ്യിലിരിക്കുന്ന പൂച്ചെണ്ട് കണ്ടോ? ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കാണുന്നത് പോലെയാണ് ഇന്ത്യ. This is also what Kerala looks like. കേരളവും ഇന്ത്യ മാത്രമല്ല, ആ പൂക്കളുള്ള ബൊക്കെ പോലെയാണ് കേരളവും. And this is also what every family in Kerala looks like. കേരളത്തിലെ ഓരോ കുടുംബവും ആ പൂച്ചെണ്ട് പോലെയാണ് ഇരിക്കുന്നത്. Every flower is unique. അതിലെ ഓരോ പൂവും വ്യത്യസ്തമാണ്, സവിശേഷതകളുള്ളതാണ്. Every flower has a different expression. ഓരോ ഫ്ലവറിനും ഓരോ പൂവിനും വ്യത്യസ്തമായ രീതികൾ, പ്രകാശന രീതികളുണ്ട്. Every flower has a different beauty. ഓരോ പൂവിനും വ്യത്യസ്തമായ സൗന്ദര്യമാണുള്ളത്. And when you add all the flowers together, they become much more beautiful than the individual flowers. ഈ പൂക്കളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും 10 മടങ്ങ് മനോഹരമായി മാറുകയാണ് ചെയ്യുന്നത്. Now imagine if I came to Kerala and I said, look, only white flowers can be in this bouquet. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഞാൻ കേരളത്തിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ബൊക്കയിൽ വെള്ള കളറിലുള്ള പൂക്കൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? We will only have white flowers and the stems have to be 6 inches long. ഞാൻ നിങ്ങളോട് പറയുകയാണ് 6 ഇഞ്ച് നീളത്തിലെ ആ പൂവിന്റെ ചെണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഇതിൽ വെള്ള നിറത്തിലുള്ള പൂവുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. No leaves will be there, no thorns will be there. അവിടെ മുള്ളുണ്ടാവാൻ പാടില്ല, ഇല ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? That is what the BJP and RSS are trying to do. അതാണ് ഈ രാജ്യത്ത് ബിജെപി ആർഎസ്എസും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്. To Kerala, to Tamil Nadu, to Uttar Pradesh, to India. കേരളത്തോട്, തമിഴ്നാടിനോട്, ഉത്തർപ്രദേശിനോട്, ഈ രാജ്യത്തോട് മുഴുവൻ ബിജെപി ആർഎസ്എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. Now, first of all, this is completely ignorant. First of all, this is completely ignorant. I'm not able to hear you. First of all, Yeah. this is a completely ignorant action. Yes, ഇതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പറ്റി കൃത്യമായ ധാരണയില്ലാത്ത, അറിവില്ലാത്ത ഒരു ചിന്തയും പ്രവൃത്തിയുമാണ്. It shows they don't understand India. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. And it shows they don't understand Kerala. അത് മനസ്സിലാക്കുന്നത് അവർക്ക് ഇന്ത്യയും കേരളത്തെയും മനസ്സിലാക്കാൻ ബിജെപിക്ക് ആർഎസ്എസിനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. The Prime Minister recently went to Tamil Nadu. പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി അടുത്തിടെ തമിഴ്നാട്ടിലേക്ക് പോയി. Tamil Nadu has the most brilliant poets like Kerala does. തമിഴ്നാട്ടിൽ അതിമിടുക്കരായ പ്രഗത്ഭരായ കവികളുണ്ട് കേരളത്തിലുള്ളതുപോലെ. Huge history. വലിയൊരു പാരമ്പര്യം, ചരിത്രം. Huge tradition. വലിയൊരു മഹത്തായ പാരമ്പര്യം. Wars fought over there, people sacrificing their lives, all this stuff is going on. അവിടെ യുദ്ധങ്ങൾ നടന്നു, അനേകം പേർ അവരുടെ ജീവിതം ത്യാഗം ചെയ്തു. Prime Minister says, I like dosas. ഇതെല്ലാമുള്ള തമിഴ്നാട്ടിൽ പോയി പ്രധാനമന്ത്രി പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ദോശ ഇഷ്ടമാണ്. Brother, I also like dosas. സഹോദര, എനിക്കും ദോശ ഇഷ്ടമാണ്. But please try and understand the history, the tradition, the language of the state also. പക്ഷേ ദോശ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദര, താങ്കൾ ആ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ, ദയവ് ചെയ്ത്. And also realize
that the dosa in Tamil Nadu is completely different than the dosa in Kerala. ദോശ, അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ദോശയും കേരളത്തിലെ ദോശയും തികച്ചും വ്യത്യസ്തങ്ങളാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And also understand that the dosa in Kerala is different than other dosas in Kerala. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കേരളത്തിലെ ദോശ തമിഴ്നാട്ടിലെ ദോശയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തെ ദോശ മറ്റു സ്ഥലങ്ങളിലെ ദോശകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. And that is the genius of our country. ഈ പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിഭ, പ്രാഗൽഭ്യം. പ്രതിഭ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ്. It is why our country is so great. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം ഇത്രയും മഹത്തരമായത്. And you are trying to change this. ഈ വൈവിധ്യത്തെ, ഈ മഹത്വത്തെയാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. First of all, it can never be changed. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. So you are wasting your time. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്. But most important, you are also wasting the energy of the Indian people. അത് മാത്രമല്ല, നിങ്ങൾ വെറുതെ സമയം കളയുക എന്ന് മാത്രമല്ല, ഇന്ത്യക്കാരുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കളയുകയാണ്. You are creating disharmony. ഈ രാജ്യത്തെ സ്വരച്ചേർച്ചയില്ലായ്മ, അപസ്വരം, പൊരുത്തക്കേട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. And this disharmony is harming millions and millions of people. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പൊരുത്തക്കേട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. The Prime Minister demonetized the Indian currency. ഇന്ത്യയിലെ നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ഇവിടെ നോട്ട് നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കി. Just now I was looking in the crowd, there is a person there selling snacks. അവിടെ ഒരു വ്യക്തി അവിടെ ഉണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നത് ഞാൻ നോക്കുകയാണ്, അവിടെ നിൽക്കുന്നത്. Did the Prime Minister think about that man when he demonetized the currency? അദ്ദേഹം നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിരുന്നോ? Did he think what would happen to him when he did demonetization? നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? Did he ask farmers in India, laborers in India, what would happen if you demonetize the currency? ഇന്ത്യയിലെ കർഷകരോട്, തൊഴിലാളികളോട് ഈ രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്ന് പ്രധാനമന്ത്രി ചോദിച്ചിട്ടുണ്ടോ? When COVID was striking India, people were dying. Lakhs of people were dying in the hospitals, dying outside the hospitals. No ventilators, no oxygen. The Prime Minister says, "Thali bajao." നിങ്ങൾക്കറിയോ, കോവിഡ് വന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റേഴ്സ് ഇല്ലായിരുന്നു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു, ആശുപത്രികൾ കവിഞ്ഞു നിറയുകയായിരുന്നു. ആ സമയത്ത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്താ ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ കൈകൊട്ടിക്കോളൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. The entire media is saying how brilliant the Prime Minister is. ഇത് കേട്ടിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാധ്യമങ്ങളും പറയുകയാണ്, ഓ, ഈ പ്രധാനമന്ത്രി എന്ത് മഹാനാണെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്. So because you don't understand India and because you take decisions without asking anybody, you are creating tremendous damage to this country. നിങ്ങൾക്ക് ഇന്ത്യയെ മനസ്സിലാകുന്നില്ല, അതുപോലെ മറ്റാരോടും ചോദിക്കാതെ നിങ്ങൾ ഇവിടെ രാജ്യത്തെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിന് വലിയ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. I'll give you one example. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. For the first time in my life, I have experienced this. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് അനുഭവിച്ചത്. There is a fire burning in Manipur. അവിടെ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞ ഒരു അഗ്നിയാണ്, മണിപ്പൂർ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. People are still dying. ഇപ്പോഴും അവിടെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. I went to Manipur. ഞാൻ മണിപ്പൂരിൽ പോയി. And I went to see both the communities. ഞാൻ അവിടെ പോയി, അവിടെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് സമുദായത്തിലെ ആളുകളെയും കാണാൻ ഞാൻ മണിപ്പൂരിൽ പോയി. Meitei community, Kuki community. മെയ്തി സമുദായവും കുക്കി സമുദായവും. They are not talking to each other at all. നിങ്ങൾക്കറിയോ, അവർ രണ്ടുപേരും, ഈ സമുദായത്തിൽപ്പെട്ട രണ്ട് മനുഷ്യരും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്ന കൂടിയില്ല. No conversation between them. ഇവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളുമില്ല. And the government over there is saying we have completely lost control. അവിടെയുള്ള ഗവൺമെന്റ് പറയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യത്തിന് മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് പറയുകയാണ്. We do not know what to do. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. And the Prime Minister cannot even go and visit an Indian state. പ്രധാനമന്ത്രി ആ സംസ്ഥാനം, ഈ സാഹചര്യമുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും സന്ദർശിക്കുക കൂടി ചെയ്തിട്ടില്ല. He cannot even go there and talk to the people and say what is going on.
അദ്ദേഹത്തിന് ഇതുവരെ അവിടെ ഒന്ന് പോയിട്ട് അവിടുത്തെ മനുഷ്യരോട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. Not one line in the national media. ദേശീയ മാധ്യമങ്ങളിൽ ഒരു വരി പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. So wherever they go, they will divide people, make people fight with each other, create problems. എവിടെ അവർ പോയാലും അവിടെ പോയി അവിടുത്തെ മനുഷ്യരെ വിഭജിക്കും, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംഘർഷങ്ങൾ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the highest unemployment in 45 years is there in India today. ഇന്ന് നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്ത് 45 വർഷങ്ങളിലുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. 22%, 22 people own more wealth than 50% of India's population. ഈ രാജ്യത്തെ 50% ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഈ രാജ്യത്തെ 22 മനുഷ്യരുടെ കയ്യിൽ ഇന്നുണ്ട്. 1 or 2 companies are there in every single business. രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളും 1 or 2 കമ്പനികളുടെ കയ്യിലാണ് ഇന്നുള്ളത്. And when our farmers ask for the proper price for their goods, the Prime Minister says, sorry, we are not going to give it to you. നമ്മുടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ വില നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ഇല്ല സഹോദരാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. When rubber farmers demand fairness, please give us the right price, they are greeted with silence from both the CPM and the PM. അതുപോലെ തന്നെ റബ്ബർ കർഷകർ ഞങ്ങൾക്ക് ന്യായമായ വില തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൗനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും. And instead of liberating farmers, price is used as a weapon against them. ഇത് മാത്രമല്ല, കർഷകരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില അവർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. Export import policies are changed so that they do not get the right price. കർഷകർക്ക് കൃത്യമായ വില ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ കയറ്റുമതി ഇറക്കുമതി നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു. And the same is happening to small and medium businesses. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ കാര്യത്തിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Only the biggest businesses in India have a right to the correct price. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകൾക്ക്, ഏറ്റവും വലിയ വ്യവസായങ്ങൾക്ക് മാത്രമേ അവർക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള ഒരു അർഹതയുള്ളൂ എന്ന സാഹചര്യമാണുള്ളത്. So the question is, what is the Congress party going to do to change this? ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ഈ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? Well, the thing to understand is India has never been as unfair as it is today. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്ര നീതിരഹിതമായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പോലെ ഒരിക്കലും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. Wealth has never been distributed as unequally as it is today. ഇത്ര അസമത്വത്തോടുകൂടി ഈ രാജ്യത്തെ സമ്പത്തിന്റെ വിതരണം ഈ രാജ്യത്ത് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. So the next government has to aggressively support poor people. അതുകൊണ്ട് ഇനി അധികാരത്തിൽ വരുന്ന അടുത്ത ഗവൺമെന്റ് ഈ രാജ്യത്തെ അസമത്വമുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരെ വളരെ ശക്തിയോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. So how would a Congress government do that? അത് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അത് ചെയ്യാൻ പോകുന്നത്? The first thing to understand is in modern India, both men and women do jobs. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആധുനിക ഇന്ത്യയിൽ ഒരുപോലെ പുരുഷന്മാരും സ്ത്രീകളും ജോലി ചെയ്യുന്നുണ്ട്. They go to offices, they leave home and they work, and they both work equally hard and for the same amount of time. രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, ജോലിക്ക് പോകുന്നു. അവർ രണ്ടുപേരും, പുരുഷന്മാരും സ്ത്രീകളും, ഒരുപോലെ തന്നെ ഒരേ സമയം കഠിനാധ്വാനം ചെയ്യുന്നു. And they get compensated. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അതിന് കൃത്യമായ പ്രതിഫലവും ലഭിക്കുന്നു. But our women also work 8 hours at home. അത് മാത്രമല്ല, നമ്മുടെ സ്ത്രീകൾ പുറത്ത് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ വീട്ടിലും 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണ്. Men might not like what I'm saying. ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാം എന്ന് എനിക്ക് കരുതുന്നില്ല, ഇഷ്ടപ്പെടാൻ സാധ്യതയുമില്ല. But the fact is that if a man works 8 hours, a woman works 16 hours. പക്ഷേ വസ്തുത ഇതാണ്, യാഥാർത്ഥ്യം ഇതാണ്. ഒരു പുരുഷൻ 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് 16 മണിക്കൂറാണ് എന്നതാണ് യാഥാർത്ഥ്യം. And if a man works 10 hours, a woman works 20 hours. അത് മാത്രമല്ല, ഒരു പുരുഷൻ 10 മണിക്കൂർ ജോലി ചെയ്താൽ സ്ത്രീ ജോലി ചെയ്യുന്നത് 20 മണിക്കൂറുകളാണ്. And the woman protects the future of India.
അത് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ്. And she looks after our children. അവർ തന്നെയാണ് ഈ കുട്ടികളെ നോക്കുന്നത്. And for protecting the future of India and looking after our children, we have never compensated her. അത് മാത്രമല്ല ഈ രാജ്യത്തെ സ്ത്രീകളെ, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിന് തക്കതായ പ്രതിഫലം, ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതിന് ആവശ്യമായ തക്കതായ പ്രതിഫലം ഒരിക്കലും നമ്മുടെ സ്ത്രീകൾക്ക് നമ്മൾ നൽകിയിട്ടില്ല. The government has never said, we appreciate the extra 8 hours that you work compared to men. ഒരിക്കലും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഈ രാജ്യത്തിലെ സ്ത്രീകളോട്, നിങ്ങൾ അധികം ജോലി ചെയ്യുന്ന 8-10 മണിക്കൂർ നിങ്ങൾ അധികം ജോലി ചെയ്യുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, മാനിക്കുന്നു എന്ന് ഒരു ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. And so the next government is going to be the first government in Indian history to take that step. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റ് ആയിരിക്കും ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഇതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുന്ന ആദ്യത്തെ ഗവൺമെന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And we are going to do it using 3 things. 3 കാര്യങ്ങൾ ഉപയോഗിച്ച് 3 മാർഗങ്ങളിലൂടെയാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. The first thing we are going to do is we are going to make a list of every single poor family. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ ദരിദ്ര കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കുക എന്നതാണ്. And we are going to choose one woman from each poor family. ഈ ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കും. This will be crores and crores and crores of women. ഇതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകളായിരിക്കും. And we are going to give them directly in their bank account 1 lakh rupees a year, 8,500 rupees a month. ഈ സ്ത്രീകൾക്ക്, ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കുന്ന ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ത്രീകൾക്ക് ഓരോ മാസവും 8,500 രൂപ വീതം 1 ലക്ഷം രൂപ ഞങ്ങൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. We are going to pass a bill that guarantees 50% reservation of jobs in government and public sector for women. അത് മാത്രമല്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 50% സംവരണം ഉറപ്പുവരുത്തുന്ന ഒരു ബിൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And we are going to double the salary of Anganwadi and Asha workers. അത് മാത്രമല്ല ഈ നാട്ടിലെ, ഈ രാജ്യത്തെ അംഗൻവാടി ആശാ പ്രവർത്തകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. And please do not think that this is a gift that the government is giving. This is not a gift. നിങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു സമ്മാനമായിട്ട് ഇതിനെ കാണരുത്. ഇതൊരു സമ്മാനമല്ല. This is compensation for the work that our women do 8 hours every day at home. അത് ഈ നാട്ടിലെ നമ്മുടെ സ്ത്രീകൾ ഓരോ ദിവസവും 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് തരുന്ന നഷ്ടപരിഹാരമായിട്ട്, പ്രതിഫലമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുകയാണ്. Now we have millions of youngsters who have no job. അത് മാത്രമല്ല ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. And we in the Congress party have studied this problem. ഈ പ്രശ്നം കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ കാര്യമായി പഠിച്ചിട്ടുണ്ട്. We have spent hours and hours and hours understanding why this has happened. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്, അനേകം മണിക്കൂറുകൾ. The single biggest reason is that small and medium businesses have been destroyed by the Prime Minister. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നടപടികളിലൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നശിക്കപ്പെട്ടിരിക്കുകയാണ്. And if you look at the small and medium businesses, you will find that almost none of them become big businesses. നിങ്ങൾ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പരിശോധിച്ചാൽ മനസ്സിലാകും അവയിൽ ഒന്നുപോലും ഒരു വലിയ വ്യവസായമായി മാറിയിട്ടില്ല എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. They are born small, they live small and they die small. ആ ചെറിയ വ്യവസായങ്ങൾ അവർ ചെറുതായിട്ട് ജനിക്കുന്നു, ചെറുതായിട്ട് ജീവിക്കുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് മരിച്ചില്ലാതായി തീരുകയും ചെയ്യുന്നു. And this is because they do not have access to bank money. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാങ്കിലെ ലോണുകൾ, ബാങ്കിലെ പൈസ പലപ്പോഴും ഈ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. So we are going to open the doors of India's banks to small and medium businesses. That's our first step. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആദ്യ പടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബാങ്കുകളുടെ വാതിലുകൾ നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തരം വ്യവസായികൾക്കായി തുറന്നു കൊടുക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. And we will give thousands and thousands and thousands of loans
to young Indian entrepreneurs. ഇവിടുത്തെ ഇന്ത്യയിലെ യുവജനങ്ങളായ സംരംഭകർക്ക് ഞങ്ങൾ ആയിരക്കണക്കിന് രൂപയുടെ ലോൺ നൽകുന്നതാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. There are 30 lakh government jobs that Mr. Narendra Modi refuses to give to the people of India. അത് മാത്രമല്ല ഈ രാജ്യത്ത് ഏകദേശം 30 ലക്ഷത്തിലധികം ഗവൺമെന്റ് ജോലികളുണ്ട്. ഈ നരേന്ദ്രമോദി ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകാൻ വിസമ്മതിച്ചിട്ടുള്ള 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. We will immediately give those jobs to the people of India. ഞങ്ങൾ ഏറ്റവും ഉടനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും വേഗത്തിൽ ഈ 30 ലക്ഷം ജോലികൾ ഇന്ത്യ മഹാരാജ്യത്തെ യുവജനങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പു നൽകുകയാണ്. Millions and millions of workers work in public sector units and government offices, and they work under contract. നമ്മുടെ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും ജോലി ചെയ്യുന്നത് കരാർ ജീവനക്കാരായിട്ടാണ്. They can be sacked from one day to another, thrown out without any support. അവരെ ഏത് ദിവസം വേണമെങ്കിലും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്തുണയും സംരക്ഷണവുമില്ല. We will stop contract labor in PSUs and government offices. All jobs will be permanent jobs in these systems. ഈ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ജോലികളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കരാർ നിയമനങ്ങൾ റദ്ദാക്കി അതിന്റെ സ്ഥാനത്ത് സ്ഥിര നിയമനങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. And now I want to tell you about the revolutionary idea that we have come up with. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവാത്മകരമായ ഒരു ആശയത്തെക്കുറിച്ചാണ്. If you speak to children of rich families, they will tell you that before they get a job, they do an apprenticeship. ഇപ്പം നിങ്ങൾ ധാരാളം പൈസയുള്ള വീട്ടിലെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും ജോലി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിന് പോവുകയാണെന്ന്. They work for 6 months, 1 year, they get paid for it and they get training. അവർ 6 മാസത്തേക്ക് ജോലി ചെയ്യും, 1 വർഷത്തേക്ക് ജോലി ചെയ്യും. ഈ കാലയളവിൽ അവർക്ക് ശമ്പളവും കിട്ടും, തുടർന്ന് അവർക്ക് തൊഴിലും ലഭിക്കും, അതുപോലെ പരിശീലനവും ലഭിക്കും. This is how business families introduce their children to the job market. ഇങ്ങനെയാണ് വലിയ വ്യവസായ കുടുംബങ്ങൾ അവരുടെ കുട്ടികളെ ഒരു തൊഴിൽ വിപണിയിലേക്ക് അവരെ പരിചയപ്പെടുത്തുന്നത് ഈ അപ്രന്റീസ്ഷിപ്പ് അഥവാ തൊഴിൽ പരിശീലനത്തിലൂടെയാണ്. They have a soft landing into the job market. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തൊഴിൽ വിപണിയിലേക്ക് അവർക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് എളുപ്പത്തിൽ ചെന്നെത്താൻ പറ്റും. Everybody else has to beg for a job. ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ഈ ധനകൃതരുടെ വീട്ടിലല്ലാത്ത കുട്ടികൾക്ക് ശരിക്കും ഒരു ജോലിക്ക് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയാണ്. So we are going to pass a law that gives the right of apprenticeship to every single Indian graduate. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ ബിരുദധാരിക്കും തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഒരു നിയമം ഞങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. It means in Hindi, pehli naukri pakki. പെഹലി നൗക്കരി പക്കി, അതായത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ആദ്യത്തെ തൊഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പ് നൽകാൻ പോവുകയാണ്. All the graduates who request it will be given a 1-year apprenticeship, will be given training and will get 1 lakh rupees in their bank account, 8,500 rupees every single month for the year. ഈ രാജ്യത്തെ അപേക്ഷിക്കുന്ന എല്ലാ ബിരുദധാരികൾക്കും അവർക്ക് പരിശീലനം ലഭിക്കും, അവർക്ക് തൊഴിൽ പരിശീലനം ലഭിക്കും. അതുപോലെ തന്നെ ഓരോ മാസവും 8,500 രൂപയോടുകൂടി 1 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഈ നിയമത്തിലൂടെ. And if they do well, then that will become a permanent job. അത് മാത്രമല്ല ഇവർ ഈ തൊഴിൽ പരിശീലനകാരം നന്നായി പൂർത്തിയാക്കിയാൽ അതിനെ തുടർന്ന് അവർക്കൊരു നല്ല ജോലി ലഭിക്കുകയും ചെയ്യും. And the result is that companies in India will get a huge trained manpower to build our country. അത് മാത്രമല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കമ്പനികൾക്ക് പരിശീലനം സിദ്ധിച്ച തൊഴിലാളികളെ ലഭിക്കും എന്നതുകൂടിയാണ് ഈ പദ്ധതിയിലൂടെ സാധ്യമാകുന്നത്. For the farmers of our country, we are guaranteeing them a minimum support price. അത് മാത്രമല്ല ഈ രാജ്യത്തെ ഇന്ത്യയിലെ ഓരോ കർഷകർക്കും ഞങ്ങൾ ഒരു മിനിമം താങ്ങുവില കൂടി ഉറപ്പ് നൽകുകയാണ്. And we will not allow price to be used as a weapon against them. അത് മാത്രമല്ല ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് കർഷകർക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയുമില്ല. Now I'd like to conclude
with one thing I have noticed. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I fight the BJP and the RSS. ഞാൻ BJPയെയും RSSനെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. No matter what they do, I fight them every day. അവരെന്നെ എന്ത് ചെയ്താലും, അവരെന്തൊക്കെ ചെയ്താലും BJPയെയും RSSനെയും ഞാൻ ഓരോ ദിവസവും അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? എനിക്ക് അവരോട് ആശയപരമായ വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് ഞാൻ അവരെ എങ്ങനെയാണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നതെന്ന് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും. And when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. അതുമാത്രമല്ല, ഞാൻ പാർലമെന്റിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള BJP MPമാരെല്ലാം എന്നെ നോക്കിയിട്ട് പറയും, ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരെന്നെ നോക്കി പറയും. But there is a cost to this. പക്ഷേ ഇതിനൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. എനിക്കൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. Their media channels abuse me 24 hours. BJP RSSന്റെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ 24 മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. My image is distorted across the country. ഈ രാജ്യം മുഴുവൻ എൻ്റെ പ്രതിച്ഛായ, ഞാൻ എന്താണെന്നുള്ളത് അവർ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. My Lok Sabha membership was taken away. എൻ്റെ ലോക്സഭ അംഗത്വം അവരെടുത്തുകൊണ്ടുപോയി. I gave a speech about Mr. Adani and within a few days I was thrown out of the Lok Sabha. ഞാൻ അദാനിക്കെതിരെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. 55 hours, 12 hours a day being interrogated by ED. എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55 മണിക്കൂറുകൾ, ഓരോ ദിവസവും 12 മണിക്കൂർ വീതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. I gave them the keys of my government house. അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോല് ഞാൻ അവർക്ക് They threw me out of the house. അവര് എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. And I was feeling very happy. ആ സമയത്ത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. I don't want that dirty house. എനിക്ക് അങ്ങനത്തെ കൊള്ളരുതാത്ത ഒരു വീട് എനിക്ക് വേണ്ട. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala, people of Uttar Pradesh, the people of Assam. ഞാൻ അവരോട് അത് മാത്രമല്ല, അതുകൂടി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ, തമിഴ്നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ആസാമിലുള്ള ജനലക്ഷങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I walked 4,000 kilometers Kanyakumari through Kerala to Kashmir. കന്യാകുമാരിയിലും കേരളത്തിലും കൂടെ കാശ്മീരിലേക്ക് ഞാൻ 4000 കിലോമീറ്റർ നടന്നു. One of my knees is still hurting me. ഇപ്പോഴും എൻ്റെ ഒരു മുട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, why is none of this happening to the Chief Minister of Kerala? എൻ്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJPയെ എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അതപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling. It's a bit surprising. ഇതൊരു ഭയങ്കര, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he's fighting ideological battle against the BJP. അദ്ദേഹം പറയാണ്, ഞാൻ BJPക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have.
എനിക്കറിയാം BJP-ക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there is no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues. There are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. If someone is attacking the BJP will attack him 24/7, will disturb him 24/7, will have ED, CBI, everything behind him 24/7. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും BJP-യെ യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ BJP അവരുടെ പുറകെ ആയിരിക്കും 24 മണിക്കൂറും. ED-യും CBI-യും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും BJP അവരെ തിരിച്ചാക്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. It was a pleasure for me to come here and speak to you. ഇവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. I cannot tell you, as a member of Parliament from Kerala, I cannot tell you what all you have taught me. കേരളത്തിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പാർലമെന്റ് എന്ന അംഗമെന്ന നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല എത്ര മാത്രമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. The genius of the people of Kerala, കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഭ എന്ന് പറയുന്നത്, ability to live with each other peacefully, harmoniously, affectionately. പരസ്പരം സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി പരസ്പരം സൗഹാർദ്ദപരമായി ജീവിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭയാണ്, മികവാണ്. And making us proud. Every part of the world where you find people from Kerala, making us proud every day. അത് മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേരളവും കേരളത്തിലെ ജനങ്ങളും നമ്മളെ അഭിമാനമുള്ളവരാക്കി നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. And never losing their dignity. ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മലയാളി ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് മലയാളിയുടെ അന്തസ്സ് കളയാതെയാണ് ഈ ലോകം മുഴുവൻ മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. In Wayanad I saw, after the flood, families that have lost their entire house, family members, still they are maintaining every inch of dignity. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഞാൻ ആളുകളെ കണ്ടു. അവരുടെ കുടുംബം അവരെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്ന അവസ്ഥ. They've got nothing left, but they still have their dignity. അവിടെ അവരുടെ കയ്യിൽ ഒന്നുമില്ല, വസ്തുവകളില്ല, വീടില്ല, പക്ഷേ അവർക്ക് അവരുടെ അന്തസ്സും അഭിമാനവും ആ വയനാട്ടിലെ മനുഷ്യർക്കുണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. The people of Kerala should really be proud of what you have built. വയനാട്ടിലെ ജനങ്ങൾ ശരിക്കും അവർക്ക് അഭിമാനം ഉണ്ടാകണം, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെന്തിലൂടെ കടന്നു വന്നു എന്നതിനെ കുറിച്ച് ഓർത്ത്. And in many fields you are a guide to our country. And in many fields you are a guide